നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മാളയിൽ മാനസികാസ്വാസ്ഥ്യമുള്ള മകൻ അമ്മയെ കുത്തിക്കൊലപ്പെടുത്തി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന യൂണിറ്റ് കത്തോലിക്ക കോൺഗ്രസിന്റെ വാർഷികവും വിശുദ്ധ തോമസ് മൂറിന്റെ തിരുനാളും ആഘോഷിച്ചു. നെല്ലായി സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ അനുമോദിക്കലും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി. അമ്മയുടെ പേരിൽ ഒരു മരം എന്ന പദ്ധതിക്ക് കൊരട്ടിയിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. മാളയിൽ മാനസികാസ്വാസ്ഥ്യമുള്ള മകൻ അമ്മയെ കുത്തിക്കൊലപ്പെടുത്തി. മാള പട്ടാളപ്പടിയിൽ വലിയകത്ത് ഷാജഹാന്റെ ഭാര്യ 53 വയസ്സുള്ള ശൈലജയെയാണ് കൊലപ്പെടുത്തിയത്. മകൻ 29 വയസ്സുള്ള ഹാദിലിനെ മാള പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഞായറാഴ്ച രാവിലെ 9 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം. അമ്മയും മകനും അടുക്കളയിൽ വച്ചുണ്ടായ വഴക്കിനിടയിൽ മകൻ ഹാദിൽ കത്തിയെടുത്ത് ശൈലജയുടെ കഴുത്തിലും പുറത്തും കുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ശൈലജയെ ഉടനെ ഇളയ മകൻ ഹബീബും അയൽവാസികളും ചേർന്ന് മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 4 മക്കളിൽ മൂത്ത മകനാണ് ആദിൽ. രണ്ടാമത്തെ മകൻ നാദിൽ UK-യിലാണ്. സംഭവം നടക്കുമ്പോൾ മകളായ അസ്ലാം ഹബീബും ശൈലജയുടെ പിതാവ് അഷ്റഫും വീട്ടിലുണ്ടായിരുന്നു. പോലീസ് എത്തിയപ്പോൾ ഹാദിലിൽ ബൈക്കിൽ രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു. പോലീസ് തടഞ്ഞു നിർത്തിയാണ് കസ്റ്റഡിയിൽ എടുത്തത്. അസ്ലമാണ് നടന്ന കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞത്. ചാലക്കുടിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയായിരുന്നു ശൈലജ. ഭർത്താവ് ഷാജഹാൻ 10 വർഷം മുൻപ് മരിച്ചിരുന്നു. ചാലക്കുടിക്കടുത്ത് ചൗക്ക സ്വദേശികളായ ഇവർ ഇവിടെ വന്ന് താമസമാക്കിയതാണ്. സംഭവം അറിഞ്ഞ് ഇരിഞ്ഞാലക്കുട DYSP MC കുഞ്ഞിമോയിൻകുട്ടി, മാള SHO സുനിൽ പുളിക്കൻ, മാള സബ് ഇൻസ്പെക്ടർ CK സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ASI നജീബ് PB, CPOമാരായ അജിത് KK, ദീപേഷ് PD, നവീൻ PD, ജിബിൻ KK എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന യൂണിറ്റ് കത്തോലിക്ക കോൺഗ്രസിന്റെ വാർഷികവും വിശുദ്ധ തോമസ് മൂറിന്റെ തിരുനാളും ആഘോഷിച്ചു. റവറൻ ഫാദർ ജെയ്സൺ കരിപ്പായി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫാദർ സിബിൻ വാഴപ്പള്ളി അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രസിഡന്റ് ഡേവിസ് തെക്കിനിയത്ത് അധ്യക്ഷത വഹിച്ചു. സംഘടനാംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയവരെ അനുമോദിച്ചു. യോഗത്തിൽ വർഗീസ് തൊമ്മാന അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സെക്രട്ടറി ജോയ് ചെമ്പകശ്ശേരി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജോസ് കോച്ചക്കാടൻ, വർഗീസ് കണ്ണമ്പിള്ളി, ജോളി തരൂക്കര, ഫ്രാൻസിസ് മംഗലൻ, ഫ്രാൻസിസ് ഏറ്റുമാനൂക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ആവശ്യം സ്വർഗീയ മധ്യസ്ഥനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ സംഘടന വിശുദ്ധൻ്റെ മാതൃക പിഞ്ചെന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സഭ എന്താണ്, കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങളും ആശംസകളും നേരുകയാണ്. സത്യം, നീതി, ഉപവി എന്ന മുദ്രാവാക്യവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സെന്റ് തോമസ് മൂർ അദ്ദേഹത്തിന്റെ പറയുകയുണ്ടായി. നെല്ലായി സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി. നെല്ലായി കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പരിപാടി പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സാന്ത്വനം ട്രസ്റ്റ് പ്രസിഡന്റ് NV പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പറപ്പോക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് പഠനോപകരണ വിതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത സുനിൽ, പഞ്ചായത്ത് അംഗം ശൈലജ ടീച്ചർ, സാന്ത്വനം ട്രസ്റ്റ് സെക്രട്ടറി K സുധാകരൻ, KK രാജൻ എന്നിവർ സംസാരിച്ചു. ഈ കാര്യപരിപാടിയിലെ അധ്യക്ഷൻ സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ NV പ്രസാദ്, മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പഠനോപകരണം വിതരണം ചെയ്യുന്ന പറപ്പോക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ EK അനൂപ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം
ശ്രീമതി കവിത സുനിൽ, ഇവിടുത്തെ വാർഡ് മെമ്പർ ശ്രീമതി ശൈലജ ടീച്ചർ. കൊടകര പാറേക്കാട്ടുകര സെന്റ് മേരീസ് പള്ളിയിലെ മതബോധന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലി നടത്തി. വികാരി ഫാദർ ജെയ്സൺ പാറേക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. മതബോധന പ്രധാനാധ്യാപകൻ CP ജോബി അധ്യക്ഷത വഹിച്ചു. സിമി ജോബ്, ജൂലി ബാബു, റീമ ജോണി, ഷിജി ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CPI വിജയരാഘവപുരം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ SSLCക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. CG ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗം PM വിജയൻ, ലോക്കൽ സെക്രട്ടറി അനിൽ കദളിക്കാടൻ, AIYF ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV വിവേക്, CPI ബ്രാഞ്ച് സെക്രട്ടറി ജോഫിൻ ജോസ്, BK ബാലൻ, PV സുധീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഒരുപക്ഷെ ചാലക്കുടിയിൽ നിന്ന് മാറി കേരളത്തിന്റെ അഭിമാനമായി, ഇപ്പോഴടുത്ത കാലത്ത് ഇന്ത്യയുടെ തന്നെ അഭിമാനമായി മാറി. കേദ കെ സുഗതൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. പഠിച്ചത് കാർമൽ സ്കൂളിലാണ്. പഠിക്കുന്ന കാലത്ത് തന്നെ പഠനത്തോടൊപ്പം തന്നെ കലാരംഗത്ത് ശോഭിച്ചു. അതുപോലെ തന്നെ മറ്റു രീതിയിൽ സാമൂഹികമായ ഏതെങ്കിലും പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളിലെല്ലാം ഇടപെടിക്കൊണ്ടാണ് നല്ല വിജയം കരസ്ഥമാക്കിയത്. അമ്മയുടെ പേരിൽ ഒരു മരം എന്ന പദ്ധതിക്ക് കൊരട്ടിയിൽ തുടക്കമായി. ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ച അമ്മയുടെ പേരിൽ ഒരു മരം എന്ന പദ്ധതിയുടെ കൊരട്ടി മേഖലാതല ഉദ്ഘാടനം കൊരട്ടി സെന്റ് മേരീസ് ഫൊറോന ചർച്ച് വികാരി ഫാദർ ജോസ് ഇടശ്ശേരി കൊരട്ടി ജംഗ്ഷനിൽ ഇലഞ്ഞിമരം നട്ട് നിർവഹിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ബേബി, മൈനോരിറ്റി മോർച്ച സംസ്ഥാന സെക്രട്ടറി ഡെന്നി ജോസ് വെളിയത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ TS മുകേഷ്, ഷാജു കോക്കാടൻ തുടങ്ങിയവരും പഞ്ചായത്ത് ഭാരവാഹികളായ ബിജു വട്ടലായി, അജിത് കുമാർ, ലെനിൻ ആറ്റപ്പാടം തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളം കൊണ്ടു നടക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ പരിഹസിക്കുന്നത് 5 പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രശസ്തരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ ഒരു വലിയ പദ്ധതിക്ക് തുറന്നു കൊടുക്കുകയാണ്. അത് ഏറ്റവും നന്നായി പൂർത്തീകരിക്കുക, കാരണം നമ്മൾ അനുഗ്രഹിക്കുന്നുള്ളതുകൊണ്ട്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണു. അപകടത്തിൽ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ഞായറാഴ്ച രാവിലെ 10:30 അപകടം. ദിവാൻജി മൂലയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്ന വഴിയിലാണ് അപകടം. ഓട്ടോറിക്ഷ റെയിൽവേ സ്റ്റേഷൻ കൗണ്ടറിനടുത്ത് എത്തിയപ്പോൾ സമീപത്തെ കൂറ്റൻ വേപ്പുമരം കടപുഴകി ഓട്ടോറിക്ഷയ്ക്ക് മുകളിലൂടെ വീഴുകയായിരുന്നു. യാത്രക്കാരൻ ഇരിക്കുന്ന ഭാഗത്തിന് മുകളിലേക്കാണ് മരം വീണത്. ഭയന്ന യാത്രക്കാരൻ ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങിയോടി. RPFും പോലീസും ഫയർഫോഴ്സും ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. നന്ദിക്കര മാപ്രാണം റോഡിലെ അശാസ്ത്രീയ നിർമ്മാണം അപകട സാധ്യതയേറ്റുന്നു. മുത്തറത്തിക്കര കൊടുമ്പളവിൽ റോഡ് ഉയർത്തി നിർമ്മിച്ചതാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. നിരപ്പിൽ നിന്ന് 3 അടിയോളം ഉയരത്തിൽ റോഡ് ടാറിംഗ് നടത്തിയതോടെ വാഹനങ്ങൾ തെന്നിമറിയാൻ സാധ്യത ഏറെയാണ്. വളവുള്ള ഭാഗത്ത് വാഹനങ്ങൾ വേഗത്തിൽ വരുമ്പോൾ വഴിയാത്രക്കാർക്ക് മാറി നിൽക്കാൻ ഇടമില്ലാത്ത അവസ്ഥയാണ്. എതിരെ വരുന്ന വലിയ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾ താഴ്ചയിലേക്ക് തെന്നി നിയന്ത്രണം വിട്ട് അപകടങ്ങൾ സംഭവിക്കുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. ലക്ഷങ്ങൾ മുടക്കി നവീകരിക്കുന്ന റോഡിൻ്റെ ഉയർച്ചയുള്ള ഭാഗത്ത് മണ്ണിട്ട് നികത്തി സമനിരപ്പാക്കി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ പൊതുമരാമത്ത് അധികൃതർക്ക് പരാതി നൽകി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6635 രൂപ, പവന് 53,080 രൂപ.
പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാളയിൽ മാനസികാസ്വാസ്ഥ്യമുള്ള മകൻ അമ്മയെ കുത്തിക്കൊലപ്പെടുത്തി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന യൂണിറ്റ് കത്തോലിക്ക കോൺഗ്രസിന്റെ വാർഷികവും വിശുദ്ധ തോമസ് മൂറിന്റെ തിരുനാളും ആഘോഷിച്ചു. നെല്ലായി സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ അനുമോദിക്കലും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി. അമ്മയുടെ പേരിൽ ഒരു മരം എന്ന പദ്ധതിക്ക് കൊരട്ടിയിൽ തുടക്കമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.